ഹലോ, 4ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും എജു.കോമിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് കഴിഞ്ഞ പാർട്ടിൻ്റെ, അതായത് 4ാമത്തെ പാർട്ടിൻ്റെ തുടർച്ചയായിട്ടാണ്. നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഭാഗം അതിൽ ആഡ് ചെയ്തിരുന്നു, ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് ചേർത്തെഴുതാനും പിരിച്ചെഴുതാനും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അതേ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുകയാണ് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. നമ്മൾ നോക്കുന്നത് ചേർത്തെഴുത്താണ്. എന്തിനാണ് ചേർത്തെഴുതുന്നതെന്ന് അറിയാമോ കൂട്ടുകാരെ? നമ്മൾ വാക്കുകൾ അതിൽ കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ പദമാക്കും. അതിന് പറയുന്ന പേര് ഒറ്റ പദമാക്കുമ്പോൾ അതിനെ പറയുന്ന പേര് സമസ്ത പദം എന്നാണ് കേട്ടോ. ഈ സമസ്ത പദത്തിനെ നമുക്ക് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തെഴുതുന്നത്. ഓക്കെ, പറച്ചിലിൻ്റെ ഒഴുക്ക് നിലനിർത്താനോ ഒന്നിലധികം വാക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചേർത്ത് പറയേണ്ടി വരും. അപ്പോൾ അതിനെ പറയാൻ അല്ലെങ്കിൽ വായിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് എഴുതും. വേറെ നോക്കൂ, നമ്മളിവിടെ നമ്മുടെ കവിതയിലെ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വരികൾ എഴുതിയതുപോലെ ഒന്ന് ചൊല്ലി നോക്കൂ. ബ്രേക്ക് ഇല്ല മോനെ, കാല് ഉണ്ട് ചേട്ടാ. ടയർ ഇല്ല മോനെ, ചിറക് ഉണ്ട് ചേട്ടാ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇതിൽ വായിക്കുമ്പോൾ? ഉണ്ടല്ലേ, ആ ഒരു ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടുന്ന പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ വായിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ, ടയറില്ല മോനെ, അങ്ങനെ വായിക്കുന്നതല്ലേ കൂടുതൽ എളുപ്പവും സൗകര്യവും, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പവും അല്ലേ. ചുരുക്കി പറഞ്ഞാൽ പറയാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഒറ്റ വാക്കായിട്ട് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ചേർത്ത് എഴുതുന്നത്. അപ്പോൾ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ഒന്നിലധികം വാക്കുകൾ ഇങ്ങനെ ചേർത്ത് ഒറ്റ പദമാക്കാനും നമുക്ക് അല്ലെങ്കിൽ ഒറ്റ വാക്ക് ഉണ്ടാക്കാനും നമുക്ക് പറ്റും അല്ലേ. പിന്നെയോ ചേർത്ത് എഴുതുമ്പോൾ പറഞ്ഞ് കേൾക്കാനും വായിച്ച് കേൾക്കാനും ഒക്കെ നല്ല ഒരു കൂടുതൽ സുഖം ഉണ്ടായിരിക്കും. പിന്നെ ഈ ചേർത്ത് എഴുതുമ്പോൾ കൂടിച്ചേരുന്ന വാക്കുകളുണ്ടാവുമല്ലോ, അപ്പോൾ ആ വാക്കുകൾക്ക് എന്ത് ചെയ്യും? ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ. ഉദാഹരണമായിട്ട് ചിറക് പ്ലസ് ഉണ്ട് എന്ന് പിരിച്ചെഴുതിയ വാക്ക് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ ചിറകുണ്ട്. അപ്പോൾ ആ ഉണ്ട് എന്നുള്ളതിൽ ആണ്ട് പോയിട്ട് അത് ആ ഒരു ശബ്ദം അല്ലേ, ആ അക്ഷരമായിട്ട് പോയിട്ട് ശബ്ദമായിട്ട് ചിറകുണ്ട് എന്നുള്ള രൂപത്തിലോട്ട് മാറുന്നുണ്ട്. കാല് പ്ലസ് ഉണ്ട് എന്നുള്ള കാലുണ്ട്, ആ ശബ്ദമാണ് അവിടെ വരുന്നത് അല്ലേ. എന്നുള്ള ആ ഒരു അക്ഷരം അവിടെ ഇല്ലാതാവുന്നുണ്ട്. ബ്രേക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ടയർ ഇല്ല എന്ന് പറയുമ്പോഴും അത് തന്നെ എന്ന ശബ്ദം അവിടെ ആഡായി വരുന്നുണ്ട്. നീളത്തിലോടി എന്ന് പറയുമ്പോൾ ആ ഓ എന്നുള്ളത് ലാ എന്നുള്ള ഒരു അക്ഷരം അവിടെ എക്സ്ട്രാ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ എവിടെ വരുന്നുണ്ട്? ഇങ്ങനെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ വരുന്നുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിരിച്ചെഴുത്തിൻ്റെ കൂടെ നേരെ ഓപ്പോസിറ്റായിട്ട് ചേർത്തെഴുത്തിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേർത്തെഴുത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പിരിച്ചെഴുത്തിലും സംഭവിക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ കൂട്ടുകാർക്ക് ചേർത്തെഴുത്ത് മനസ്സിലായല്ലോ. ഇനി പിരിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പിരിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതുക, അതായത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഈ ഒന്നിലധികം വാക്കുകൾ ചേർന്നുണ്ടായ ഒറ്റ പദം, ആ സമസ്ത പദത്തെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എഴുതുന്നതാണ് പിരിച്ചെഴുത്ത് എന്ന് പറയുന്നത്. എനിക്ക് പറഞ്ഞാൽ ചേർത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാനോ പറയാനോ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചേർത്തെഴുതുന്നത്. പിരിച്ചെഴുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ ആ വാക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാക്കുകളെ പിരിച്ചെഴുതുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ എടുത്ത വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ, ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. ഇതിൽ ബ്രേക്കില്ല, കാലുണ്ട്, ടയറില്ല, ചിറകുണ്ട് അല്ലേ. ഈ ഒരു വാക്കുകളിൽ ഒറ്റ വാക്കാണല്ലോ. ആ വാക്കിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം കണ്ട രൂപങ്ങൾ കിട്ടൂലേ. നോക്കൂ കൂട്ടുകാരെ, ബ്രേക്കില്ല എന്ന ഒറ്റ വേർഡ് നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ബ്രേക്ക് പ്ലസ് ഇല്ല എന്നായി മാറി അല്ലേ. കാലുണ്ട് എന്നുള്ളത് നമ്മൾ പിരിച്ചപ്പോൾ എന്തായി? കാല് പ്ലസ് ഉണ്ട്, കാല് ഉണ്ട്. പിന്നെയോ ടയറില്ല എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ടയർ ഇല്ല അല്ലേ എന്നായി മാറി, ടയർ ഇല്ല എന്നായി മാറി. പിന്നെയോ ചിറകുണ്ട് എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ചിറക് പ്ലസ് ഉണ്ട് എന്നും ആയി മാറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? പുതിയ അക്ഷരങ്ങൾ ഇവിടെ ആഡ് ആവുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പിരിച്ചെഴുതിയപ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് പിടികിട്ടിയത് കണ്ടോ. ഇപ്പം നമ്മൾ രണ്ട് വാക്കുകൾ തമ്മിലാണ് പിരിച്ചതും ചേർത്തതും ഒക്കെ അല്ലേ. ഇനി രണ്ടിലധികം വാക്കുകൾ വരുമ്പോഴും നമുക്ക് പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ കവിതയിലുണ്ട്. ആ വാക്കുകളൊക്കെ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ. ഒന്ന് ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടെത്തണം. അതുമാത്രമല്ല, ഇതൊരു സംസാര ഭാഷയും കൂടിയാണ്, അതായത് നാട്ടുഭാഷ. തെങ്ങുമ്മേ കയറി അല്ലേ. അപ്പോൾ ഇതുപോലുള്ള വാക്കുകളും എവിടെയുണ്ട്? നമ്മുടെ കവിതയിലുണ്ട്. അതും കൂടി കൂട്ടുകാർ കണ്ടെത്താൻ ശ്രമിക്കണേ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗമാണ്. പേജ് നമ്പർ 15 മുതൽ അല്ലേ. അപ്പോൾ പേജ് നമ്പർ 15 ഒരു കഥയാണ് കേട്ടോ. കഥ കേൾക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണല്ലോ. എങ്കിൽ നമുക്ക് കഥയിലോട്ട് പോവാം. ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെപ്പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. എങ്ങനെ? ഹലോ, ഉറക്കെ പാടൂ. ഹിയട ഹിയാ, ഹായ്, എന്തു രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായി പറക്കുകയാണ് പട്ടൂസ്. ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല.
അതിൻ്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ? കഷ്ടം തന്നെ. കൂട്ടുകാരെ, ഹലോ ഉറക്കെ പാടൂ എന്ന് പറയുന്ന ഈ കഥയിൽ 2 കഥാപാത്രങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? ആരൊക്കെയാണ്? ഒന്ന് പട്ടൂസ് അല്ലേ, പട്ടമാണ്. ആരുടെ പട്ടമാണ്? താഴെ ഒരാളുണ്ട് പിടിച്ചു വലിക്കുന്ന ആൾ. ആരാ? ആബിദക്കുട്ടി കേട്ടോ. ആബിദക്കുട്ടിയുടെ പട്ടമാണിത്. ആബിദക്കുട്ടി പട്ടത്തെ പിടിച്ച് വലിക്കുന്നതൊന്നും നമ്മുടെ പട്ടൂസിന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അതിൻ്റെ നീരസം അവൻ പ്രകടിപ്പിക്കുകയാണ്. നീരസം, ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. കൂട്ടുകാർക്ക് അറിയാത്ത വാക്കുകൾ നമ്മുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കണേ. അടുത്ത പേജിൽ എന്താണെന്ന് നോക്കിയാലോ? അവൻ താഴേക്ക് നോക്കി. അതാ ദൂരെ അങ്ങു താഴെ ഒരു പൊട്ടുപോലെ. പട്ടൂസ് സൂക്ഷിച്ചു നോക്കി. ദേ ആബിദക്കുട്ടി. ഹോ, ഇവളുടെ ഒരു കാര്യം. ആബിദ, അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത്. കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, പട്ടൂസേ, ഇത്താത്തിൻ്റെ മുത്തല്ലേ, കരയല്ലേ, ഒട്ടും വേദനിപ്പിക്കില്ല. പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു, കരയല്ലേ. പശ തേച്ച് ചിറകുകൾ ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി. അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി. അപ്പോൾ പട്ടൂസിനെ ഉണ്ടാക്കിയത് ആരാണ്? ആബിദയാണല്ലേ, ആബിദക്കുട്ടിയാണല്ലേ. അപ്പോൾ ആബിദക്കുട്ടി എങ്ങനെയാണ് പട്ടൂസിനെ ഉണ്ടാക്കിയതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പട്ടൂസിനെ ഉണ്ടാക്കുമ്പോൾ പട്ടൂസിന് വേദനിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. പക്ഷേ നമ്മുടെ ആബിദക്കുട്ടി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് പട്ടമുണ്ടാക്കാൻ അറിയാമോ? പട്ടം പറത്താൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. വർണ്ണക്കടലാസുകളൊക്കെ ചേർത്ത് ഒട്ടിച്ച് ഈർക്കിൾ കൊണ്ട് നമുക്കൊരു പട്ടമുണ്ടാക്കണം. എന്നിട്ട് അതിനൊരു പേരിടുകയും വേണം. നമുക്ക് അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കിയാലോ? പട്ടൂസേ, വളരെ മുകളിലോട്ടൊന്നും പോകല്ലേ, കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ. അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി. ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി. മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും? നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ. പറന്നു രസിച്ചും കളിച്ചു രസിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല. കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട്. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ്. റിണേം 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 നൂൽഫോൺ അടിച്ചു. അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ. കൂട്ടുകാരെ, ഈ പേജിൽ എന്താ പറഞ്ഞത്? നമ്മുടെ പട്ടൂസിനോട് പറയാണ് ആബിദക്കുട്ടി, പട്ടൂസേ, മുകളിലോട്ടൊന്നും പോണ്ട, മഴയൊക്കെ പെയ്ത് ജലദോഷമൊക്കെ പിടിക്കുമെന്ന് പറയാണല്ലേ. രാത്രി ആവാറായിട്ടുണ്ട്, വേഗം താഴോട്ട് വായോ എന്ന് പറയാണ്. അപ്പോൾ പട്ടൂസ് എന്താ ചെയ്തത്? പട്ടൂസിന് വല്ല താല്പര്യമുണ്ടോ താഴേക്ക് വരാൻ? ഇല്ല അല്ലേ. അവനങ്ങനെ പറന്ന് കളിച്ചും ചിരിച്ചും ആർത്തുല്ലസിച്ച് അവനങ്ങനെ നടക്കുകയാണ്. കളിയുടെ ഹരത്തിൽ ആബിദക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നുപോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ അവിടെ പരുന്തുണ്ടായിരുന്നു. ആ പരുന്തിനെ ഇങ്ങനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലൊക്കെ അവിടെ നടത്തുന്നുണ്ട് അല്ലേ. എന്നിട്ട് ഒരു ആവേശത്തിലാണ് നമ്മുടെ പട്ടൂസ്. അപ്പോഴാണ് എന്തുണ്ടായത്? നൂൽഫോൺ അടിക്കുന്നത് അല്ലേ. പിന്നെ എന്താ സംഭവിച്ചത് നോക്കിയാലോ? പരിഭ്രമം കലർന്ന സ്വരം. അങ്ങേ തലക്കൽ ആബിദയാണ്. ഹലോ പട്ടൂസേ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. കേൾക്കാം ഇത്താത്ത. പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു, നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ട് വാ. അവളുടെ ശബ്ദം ഇടറി. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ്. എൻ്റെ പുന്നാര താത്തയല്ലേ, അവൻ കെഞ്ചി. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും തേരാപ്പാര വീശിയടിക്കുന്ന വികൃതി കാറ്റാ. അത് നിന്നെ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. അവൾ വിടുന്ന മട്ടില്ല. ഞാനെങ്ങും പോവില്ല. പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും. ഇത്ത ഒട്ടും പേടിക്കണ്ട. എന്താ കൂട്ടുകാരെ ഇവിടെ ഉള്ളത്? പട്ടൂസും ആബിദക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണല്ലേ. നൂൽഫോൺ വഴി അവരെന്ത് ചെയ്യാണ്? സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ആബിദക്കുട്ടി പറയാണ്, പട്ടൂസേ, വേഗം വായോ, തിരിച്ചു വായോ എന്ന് പറയാണ്. പക്ഷേ പട്ടൂസുണ്ടോ? സമ്മതിക്കുന്നുമില്ലേ. അവനെന്താ ചെയ്യേണ്ടത്? അവനിങ്ങനെ പറന്ന് നടക്കണം. അതിനെന്താ പറയുന്നത്? ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ, ഒന്ന് വിടൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ ആബിദക്കുട്ടിക്ക് പരിഭ്രമായി അല്ലേ. നിന്നെ വികൃതിക്കാറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിടും, നിന്നെ പിന്നെ കിട്ടില്ല എന്നൊക്കെ അവൾ ഗദ്ഗതം പറയുകയാണ്. ഇനി അടുത്തതായിട്ട് എന്താ പറയുന്നത് നോക്കിയാലോ? എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കലേ പട്ടൂസേ, ആപത്താണത്. നീ ഒന്ന് ബേജാറാവാണ്ടിരിക്ക്, ഞാൻ അല്പം പറന്ന് കളിച്ചിട്ട് വരാം. പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണവൻ. പട്ടൂസേ പ്ലീസ്, ഇനിയും മുകളിലോട്ട് പോവല്ലേ. അതിനിടയിൽ അത് സംഭവിച്ചു. ടക്ക്. ആബിദക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി. അയ്യോ പാവം എൻ്റെ പട്ടൂസ്, അവനിനി എങ്ങനെ താഴെ വരാനാ? നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങി. ഹായ്, എന്തു രസം! ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടിത്തൊടാം, നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം. അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്ന് നോക്കി. കൂരാകൂരിരുട്ട്. അവൻ പേടിച്ചു വിറച്ചു. ഹലോ ഇത്ത, ഹലോ. പട്ടൂസ് നൂൽഫോൺ എടുത്ത് വിളിച്ചു. ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ്. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ. അയ്യോ, ഞാനെന്തു ചെയ്യും?
അവൻ കടച്ചിലടക്കാനായില്ല. എന്തിനാ മോനെ കരയുന്നത്? അമ്പിളി മാമൻ ചേർത്ത് പിടിച്ചു ചോദിച്ചു. എനിക്ക് ഇത്തയെ കാണണം. എന്താ കൂട്ടുകാരെ ഇവിടെ ഉണ്ടായത്? നമ്മുടെ പട്ടൂസ് മുകളിലോട്ട് ഇങ്ങനെ ഉയർന്ന് വലിഞ്ഞും പോയപ്പോൾ എന്തായി? നമ്മുടെ പട്ടൂസിൻ്റെ നൂൽഫോണ് അല്ലെങ്കിൽ നൂലെന്തായി? പൊട്ടിപ്പോയി അല്ലേ? ടപ്പ് എന്ന് പൊട്ടിപ്പോയി. അപ്പോഴോ നമ്മുടെ ആബിദക്കുട്ടിക്ക് ആകെ വിഷമായില്ലേ? ആബിദക്കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. പക്ഷെ പട്ടൂസിനോ ഭയങ്കര സന്തോഷം അല്ലേ? മുകളിലോട്ടൊക്കെ പോയി പറക്കാമല്ലോ. പെട്ടെന്നാണ് അവൻ താഴേക്ക് നോക്കിയത്. താഴേക്ക് നോക്കിയപ്പോൾ ആകെ ഇരുട്ട്, രാത്രിയായിരിക്കുന്നു അല്ലേ? എന്നിട്ടോ ഈ പട്ടൂസ് നൂൽഫോണിലൂടെ തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എവിടെയാണ് ഇത്താത്ത, എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ വല്ല മറുപടി ഉണ്ടോ? ഇല്ല. ഒരു മറുപടിയും തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വരികയാണ്. ആരാ വരുന്നത്? നമ്മുടെ അമ്പിളിമാമൻ വരികയാണ് അല്ലേ? എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എനിക്കെൻ്റെ വീട്ടിൽ പോകണം, തയെ കാണണം എന്ന് ആര് പറയാണ്? നമ്മുടെ പട്ടൂസ് പറയാണ്. പിന്നീട് എന്തു പറ്റി നമുക്ക് നോക്കിയാലോ? എവിടെയാ അവളുടെ വീട്? അമ്പിളിമാമൻ അവൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു. അറിയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? അമ്പിളിമാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു. പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ്. ഹലോ, മേടക്കാറ്റല്ലേ? ഒരു സഹായം വേണമല്ലോ. എന്താ വേണ്ടത് പറയൂ. മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു. ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം, വേഗം വേണം. അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അല തല്ലുന്നുണ്ടായിരുന്നു. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ഷെടാ, ഇതാണിപ്പോൾ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത്? നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്ക്. എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു. അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നുപോയി. കുളിരേറ്റതുകൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി. മേടക്കാറ്റിൻ്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു. കഥയുടെ ഈ ഭാഗം നിങ്ങൾക്ക് പിടികിട്ടിയോ? എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മുടെ പട്ടൂസിനോട് അമ്പിളിമാമൻ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണല്ലേ, എവിടെയാണ് ഇത്താടെ വീട് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ പട്ടൂസിന് വല്ലതും അറിയുമോ? ഒന്നും അറിയില്ല അല്ലേ? അവനൊന്നും അറിയില്ല എന്ന് സങ്കടത്തോടെ പറയാണ്. അപ്പോൾ അമ്പിളിമാമന് ഒരു ബുദ്ധി തോന്നി. എന്താ തോന്നിയത്? നമ്മുടെ മേടക്കാറ്റിനെ വിളിക്കുകയാണ് അല്ലേ? മേടക്കാറ്റല്ലേ, വേഗം വരൂ, നമ്മുടെ പട്ടൂസിനെ അവൻ്റെ ഇത്തയുടെ അടുത്ത് എത്തിക്കണമെന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷേ മേടക്കാറ്റിന് ഇത്തയെ മനസ്സിലായില്ല അല്ലേ? അപ്പോൾ അമ്പിളിമാമൻ കുറച്ച് ദേഷ്യത്തോടെ പറയാണ്, നീയല്ലേ എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങാറുള്ളത്? അതെയല്ലേ, കാറ്റാണ് എല്ലായിടത്തും കറങ്ങി നടക്കാറുള്ളത്. അപ്പോൾ നിനക്കറിയാതിരിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് കാറ്റിന് ഓർമ്മ വരികയാണല്ലേ. അപ്പോൾ നമ്മുടെ പട്ടൂസ് കാറ്റിൻ്റെ പുറത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് സുഖിച്ച് പോകുമ്പോൾ പെട്ടെന്ന് അവനൊരു സ്വകാര്യം ചോദിക്കാൻ തോന്നുകയാണ്. എന്താ ചോദിച്ചത്? നമുക്ക് നോക്കിയാലോ. എനിക്കൊരു പാട്ട് പാടിത്തരാമോ? പിന്നെന്താ? മേടക്കാറ്റ് പതിയൊരു പാട്ടുമൂളി. ഒരു മണ്ണിൽ ജനിച്ചു നാം, ഒരു മഞ്ഞു പുതച്ചു നാം, ഒരു വെയിലു നുണഞ്ഞു നാം, ഒരു ഗാനം മൂളി നാം, പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. മധുരമൂറുന്ന പാട്ട്, മഞ്ഞിൻ്റെ നനവ്, കാറ്റിൻ്റെ കുളിര്. പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മേടക്കാറ്റ് ആബിദക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു. കൂട്ടുകാരെ, ഇവിടെ എന്താ ഉണ്ടായത്? നമ്മുടെ പട്ടൂസ് മേടക്കാറ്റിനൊരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു അല്ലേ? മേടക്കാറ്റ് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്തു അല്ലേ? നമ്മളതെല്ലാം ആസ്വദിച്ചു അല്ലേ? അപ്പോഴേക്കും നമ്മുടെ പട്ടൂസ് പതിയെ ഉറക്കത്തിലോട്ട് വഴുതി വീണിരുന്നു. അതിനിടയിൽ അവരെവിടെ എത്തി? നമ്മുടെ ആബിദക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇടെന്തുണ്ടായി? ചിത്രത്തിൽ കാണുന്നത് പോലെ നീല വിരിപ്പിട്ട പായയിലുറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി. രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു. പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ട് പട്ടൂസും ആബിദക്കുട്ടിയും. ഒരു നൂലിൽ ചാഞ്ചാടും പല വർണ്ണപ്പട്ടങ്ങൾ. ഹലോ, ആബിദക്കുട്ടിയും പട്ടൂസുമല്ലേ? ഒന്ന് ഉറക്കെ പാടൂ, ഞാനും കേൾക്കട്ടെ. അമ്പിളിമാമൻ്റെ ഫോൺ. ഈ കഥയുടെ അവസാനത്തിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ ആബിദക്കുട്ടിയെയും പട്ടൂസിനെയും ചേർത്ത് വെച്ച് നമ്മുടെ മേടക്കാറ്റ് മുകളിലോട്ട് പോവുകയാണല്ലേ. അപ്പോൾ നമ്മുടെ അമ്പിളിമാമൻ്റെ ഫോണുണ്ട്. എന്നിട്ടോ അമ്പിളിമാമൻ എന്താ പറയുന്നത്? ഒരു വരി പാടിയിട്ട് അത് ഉറക്കെ പാടാൻ വേണ്ടി പറയുകയാണല്ലേ. അതോടെ ഈ കഥ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? നല്ല രസകരമായ കഥയായിരുന്നു അല്ലേ? ഈ കഥയിൽ നിങ്ങൾ ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? എന്തുകൊണ്ടായിരിക്കും? ടീച്ചറെ കുട്ടികൾ എല്ലാവരും ഒന്ന് എഴുതി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് എഴുതുക, എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടം എന്നും കൂടി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും ഈ കഥയിൽ നിന്നും നിങ്ങൾ ഇതിൽ ചേർക്കാൻ മറക്കരുത് കേട്ടോ.
ടീച്ചർക്ക് ആബിദക്കുട്ടിയെയും പട്ടൂസിനെയും എല്ലാം ഇഷ്ടമായി. ഞാൻ ആബിദക്കുട്ടിയെക്കുറിച്ച് 2 വാക്ക് എഴുതിയാലോ? ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും എഴുതാൻ ശ്രമിക്കണേ. എനിക്ക് ഈ കഥയിൽ ഏറ്റവും അധികം ഇഷ്ടമായത് ആബിദക്കുട്ടിയെയാണ്. അവൾ എല്ലാവരോടും സ്നേഹമുള്ളവളാണ്. എല്ലാവർക്കും അവളെയും ഇഷ്ടമാണ്. അവൾക്ക് അവളുടെ പട്ടൂസിനെ എന്തിഷ്ടമാണെന്നോ? പട്ടൂസ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അവളെ പട്ടം പറത്തലിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പട്ടൂസിനെ നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ അടുത്ത കൂട്ടുകാരിയെ നഷ്ടപ്പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത്. പട്ടൂസിനെ തിരികെ വീട്ടിലെത്താനുള്ള വ്യഗ്രത കാണുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധവും നമുക്ക് മനസ്സിലാവും. ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും എന്നുള്ള വരിയാണ് ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അവർ തമ്മിലുള്ള ബന്ധമാണ് അതിൽ കാണുന്നത്. കൂട്ടുകാരെ, ഇവിടെയുള്ള 1ാമത്തെ ചോദ്യം നോക്കിക്കേ. പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ്. ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത്? ശരിയാണല്ലേ, പട്ടൂസും ആബിദയും നല്ല സ്നേഹത്തിലാണ്. അതിനൊരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ കഥയിൽ പറഞ്ഞിട്ടുമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും വേണം. ഒരു ക്ലൂ തരാം. ഏതൊക്കെയായിരിക്കും? പട്ടം നിർമ്മിക്കുന്ന സന്ദർഭം ഉണ്ടായിരിക്കും. പിന്നെയോ ദൂരെ പോകരുതെന്ന് പറയുന്നൊരു സന്ദർഭം ഇല്ലേ, അതുണ്ടായിരിക്കും. പിന്നെ നൂലറ്റു പോയതുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ. അടുത്ത ചോദ്യം നോക്കൂ. എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത്? ചില ഉദാഹരണങ്ങളും അവയുടെ അർത്ഥവും ടീച്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവ കൂട്ടുകാർ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണേ. നീരസം, ഇഷ്ടക്കേട്, പൊട്ടുപോലെ, വളരെ ചെറുതായിട്ട്, അതിർവരമ്പ്, പരിധി, പന്തേപ്പറക്കൽ, വേഗത്തിൽ, തോന്നിയ പോലെ വേഗത്തിൽ പോവുക, തേരാപ്പാര, ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിയുക, ബേജാറ്, അങ്കലാപ്പ്, ഉന്മാദം, ഒരു തരം ബുദ്ധിഭ്രമം, കെഞ്ചി, അപേക്ഷിച്ചു. കൂട്ടുകാരെ, മറ്റൊരു പ്രവർത്തനം നോക്കൂ. പ്രിയപ്പെട്ട അമ്പിളിമാമ. ആകാശത്ത് ഒറ്റപ്പെട്ടു പോയ പട്ടൂസിനെ അമ്പിളിമാമൻ മേടക്കാറ്റിനോടൊപ്പം ആബിദയുടെ വീട്ടിലെത്തിച്ചു അല്ലേ. കാലത്തുണർന്നപ്പോൾ പട്ടൂസ് കഥയെല്ലാം അവളോട് പറഞ്ഞു. ഉടനെ ആബിദ അമ്പിളിമാമന് നന്ദി അറിയിച്ചൊരു കത്തെഴുതി. എങ്ങനെയായിരിക്കും ആ കത്ത്? തയ്യാറാക്കി നോക്കൂ. മാതൃക ശ്രദ്ധിക്കൂ. ഭൂമി, 2025 ജൂൺ 25. സ്നേഹമുള്ള അമ്പിളിമാമ, മാമന് സുഖമാണോ? എനിക്ക് വലിയ സന്തോഷമുണ്ട്. പട്ടൂസിനെ എൻ്റെ വീട്ടിലെത്തിച്ചു തന്നതിന് അമ്പിളിമാമൻ ഒരുപാട് നന്ദി. മാമൻ ഇല്ലായിരുന്നെങ്കിൽ പട്ടൂസ് ആകാശത്ത് തനിച്ചായി പോയേനെ. മാമൻ ഒരു സൂപ്പർ ഹീറോയാണ്. പട്ടൂസ് ഇവിടെ വളരെ സന്തോഷമായിരിക്കുന്നു. മാമൻ പട്ടൂസിനോട് പറഞ്ഞ കഥകളെല്ലാം പട്ടൂസ് വീണ്ടും എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് മാമനോട് ഒരുപാട് ഇഷ്ടം തോന്നി. മാമ, എനിക്കൊരു സംശയമുണ്ട്. ഈ മേടക്കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അത് എന്തിനാണ് വീശുന്നത്? മാമൻ അറിയാമോ? മാമൻ ആകാശത്ത് നിന്ന് ഞങ്ങളെ കാണാറുണ്ടോ? ഞാനും പട്ടൂസും ഒരുപാട് വിളിക്കാറുണ്ട്. അത് മാമൻ കേൾക്കാറുണ്ടോ? ഒരിക്കൽ മാമനെ നേരിൽ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മാമൻ എനിക്കും ഒരുപാട് കഥകൾ പറഞ്ഞു തരുമോ? സ്നേഹത്തോടെ ആബിദ. പോലെ മറ്റു രൂപത്തിലും കത്തെഴുതാൻ കൂട്ടുകാർ പഠിക്കണേ. ഇനി പട്ടൂസ് നന്ദി അറിയിച്ചുകൊണ്ട് അമ്പിളിമാമൻ ഒരു കത്തെഴുതുന്നത് പോലെ നിങ്ങൾക്ക് എഴുതി നോക്കിയാലോ? അല്ലെങ്കിൽ മേടക്കാറ്റിനൊരു കത്തെഴുതി നോക്കിയാലോ? ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂട്ടുകാരെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു അഗെയിൻ.